ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ക്ലാസ് ആയിട്ടല്ല വന്നിരിക്കുന്നത്, മേക്കിംഗ് വീഡിയോസ് ഒന്നുമല്ല. ഇന്ന് ചെറിയൊരു ഓർഡർ ഉണ്ടായിരുന്നു, അതുപോലെ ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ, ക്ലാസ്സിൻ്റെ വീഡിയോ. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ദിവസമായിരുന്നു. അപ്പോൾ എറണാകുളത്തുള്ളൊരു ഹോസ്പിറ്റലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ ഒരു 9:15 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 11:15 കേട്ടോ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ നല്ല ബ്ലോക്കാണ്. നിങ്ങൾ പേപ്പറിലെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മുരിങ്ങൂരും ഒക്കെ നല്ല ബ്ലോക്കുള്ള കാര്യം. അപ്പോൾ അവിടുത്തെ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. പിന്നെ എറണാകുളം ആയാലും നമുക്കറിയാമല്ലോ നല്ല ബ്ലോക്ക് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇത് ആലുവ പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. വീഡിയോ എടുക്കണം എന്നൊന്നും പ്രതീക്ഷിച്ച് പോയതല്ല. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്ന കാരണം ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുപോലെ ക്ലാസ്സിൻ്റെ വീഡിയോയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇന്ന് പോകുന്നതും പിന്നെ കിട്ടിയ ഓർഡറും എല്ലാം കൂടിയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ പോകുന്ന വഴി അതേപോലെ തന്നെ അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ഒന്നും അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നല്ല ബിസിയായി. അത് കാരണം പിന്നെ അതിനൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ എറണാകുളത്തെ ലുലു ആണ്. അപ്പോൾ നമ്മൾ ലുലു കൂടിയാണ് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെട്രോയുടെ സ്റ്റേഷനൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് കുറച്ച് വീഡിയോസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ലുലു കൂടി നമ്മൾ അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അതിനൊന്നും ഒരു ടൈം കിട്ടിയില്ല. ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ ടൈം അവിടെ പോസ്റ്റായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്കൊക്കെ പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ മോളവിടെ പോയിട്ടിരുന്ന് അവൾക്ക് കളിക്കാനൊക്കെ കൂട്ടുകിട്ടി. അപ്പോൾ അവരവിടെ ഇരുന്ന് കുറേ നേരം അങ്ങനെ കളിച്ചു. കുട്ടികൾ പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പെട്ടെന്ന് മിങ്കിളാവില്ല. അത് കാരണം അവർക്ക് പ്രശ്നം ഉണ്ടായില്ല. ആദ്യമായിട്ടാണ് കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും അവർ പെട്ടെന്ന് ഫ്രണ്ട്സായി. അവർ കുറേ ടൈം അവിടെ ഇരുന്ന് കളിച്ചു. അത് കാരണം അവർക്ക് ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്കാണ് ഈ പറഞ്ഞ പോലെ കുറേ നേരം ഇരുന്ന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് 2-2:30 ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എന്തായാലും തിരിച്ച് വരാനായിട്ട് ഒരുപാട് ലേറ്റ് ആവുമെന്ന് നമുക്കറിയാമായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ പറയും 2 മണിക്കൂറൊക്കെ നമുക്കവിടെ ടൈം വരും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ മേക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഹെയർ ബാൻഡ്, അതുപോലെ തന്നെ ഒരു മാല, ബ്രേസ്ലെറ്റ്, കമ്മൽ, പിന്നെ നമ്മുടെ ജാസ്മിൻ ഫ്ലവറിൻ്റെ 2 എണ്ണം. അത് ഞാൻ ഇതിന് മുമ്പ് നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കൂടി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ നമുക്ക് പാഴ്സൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊറിയർ കവറൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. പാക്കിംഗ് കവർ മാത്രം മതിയായിരുന്നു. പക്ഷേ അത് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത കാരണം ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്ന വഴിയാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്ത് അയക്കണം. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു കവറിൽ ഞാൻ രാവിലെ ആക്കി വെച്ച് പോയി, അതിൻ്റെ ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതും മേക്കിംഗ് വീഡിയോ അല്ലാത്ത കാരണമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത ജാസ്മിൻ ബഡ്സ് ഇതുപോലെ റൗണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു പിങ്ക് കളർ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ വാക്സ് ഷീറ്റിലാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത്. എൻ്റെ ഈ ഷീറ്റിൻ്റെ ഇതും കഴിഞ്ഞിരിക്കുകയായിരുന്നു, ഫെൽറ്റ് ഷീറ്റിൻ്റെ പീസും കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വാക്സ് ഷീറ്റിലാണ് ജസ്റ്റ് ഒട്ടിച്ചെടുത്തത്. അതുപോലെ ഇനി അതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാനുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പിങ്ക് കളർ തീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഓർഡർ ചെയ്ത ആളുടെ പേര് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഷമ്മു ആണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഷമ്മു ആരാണ്. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഷീഷൈൻ ആണ് കേട്ടോ. ഷീഷൈൻ ചാനലിലെ ആളാണ് നമുക്ക് ഓർഡർ ചെയ്തത്. ഷീഷൈനെ കുറിച്ച് എല്ലാവർക്കും ഒരുവിധം എൻ്റെ വീഡിയോ കാണുന്ന ആദ്യമൊക്കെ കണ്ടിരുന്നവർക്കൊക്കെ അറിയാം. ഞങ്ങൾ വളരെ തിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ തുടങ്ങി എന്നുള്ളതൊക്കെ. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞൊന്നും നിർത്താൻ പറ്റില്ല കേട്ടോ. ഫ്രണ്ടാണോ ഒരു സഹോദരിയാണോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും ഞങ്ങളെ ക്ലോസ് ആയി. അത് ഞങ്ങൾ എങ്ങനെ ക്ലോസ് ആയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പെട്ടെന്നാണ് ഞങ്ങൾ ഇതുപോലെ ക്ലോസ് ആയത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിഷമം തട്ടി അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും അത് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് കോൾ വരും. ആർക്കെങ്കിലും ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ആൾ അപ്പോൾ കോൾ ചെയ്യും. അതൊരു ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ വിളിക്കാതെ പോലെ ഒരു ദിവസം ഞങ്ങൾ എത്ര നേരം സംസാരിക്കുന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. അത്ര നേരം ഞങ്ങൾ കണ്ടിന്യൂസ് സംസാരിച്ചില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഒരു നേരം ഒന്ന് കോൾ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ എന്താണാവോ എന്നുള്ള ടെൻഷൻ. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ അമ്മമാരും കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ അമ്മമാരായാലും അതേപോലെ ക്ലോസ് ആണ്. ഇപ്പം എന്നും അവർ ഡയറക്റ്റ് എന്നും വിളിക്കുകയൊന്നുമില്ല. പക്ഷേ ഇതേപോലെ എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയം എന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ കോൾ ചെയ്യും. ഇപ്പം ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഞങ്ങളെക്കാൾ കൂടുതൽ ഫ്രണ്ട്സ് അവരാണെന്നുള്ളത്. അതുപോലെ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാലും പോരുന്ന സമയത്ത് ഭയങ്കര വിഷമമാണ് നമുക്ക്. ഞാനെന്നിട്ട് പറയും, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുമല്ലോ, വീട്ടിൽ വന്ന് നിന്നിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീട്ടിൽ കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ചു പോകുന്ന ആ ഒരു വിഷമമുണ്ടല്ലോ, ആ ഒരു ഫീലാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോരുന്ന സമയത്ത്. അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. അത്രയും സങ്കടം തോന്നും നമുക്ക്.
ഇടയ്ക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റാറുള്ളൂ, എന്ന് ഞങ്ങൾ സ്ഥിരമൊന്നും കാണുമൊന്നുമില്ല. പക്ഷേ കാണുന്ന ആ ഒരു ടൈമിൽ ഞങ്ങൾ അത്രയും വിഷമിക്കാറുണ്ട്. അതുപോലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടേത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ ആൾ ഓർഡർ ചെയ്തതാണ്, ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. അതാണ് ഒരു പിങ്ക് തീം പറഞ്ഞത്. അവർ ഉടുപ്പെടുത്തിട്ടുണ്ടായിരുന്നു പിങ്ക്. അപ്പോൾ അതിന് മാച്ചായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബ്രേസ്ലെറ്റ്, മാല, അതുപോലെ തന്നെ ഒരു ഹെയർ ബാൻഡ്, ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ കൂടെ ഞാനൊരു കമ്മൽ ഗിഫ്റ്റായിട്ട് വെച്ചതാണ് കേട്ടോ, അതിന് മാച്ച് ചെയ്തിട്ട്. പിന്നെ ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് ഗിഫ്റ്റ് കൊടുക്കാനും ജാസ്മിന് അവർ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അവർ ഗിഫ്റ്റിൻ്റെ കാര്യം അവർക്ക് അറിയില്ല കേട്ടോ സത്യത്തിൽ. അപ്പോൾ ഷമ്മുൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റിൻ്റെ കാര്യം അറിയില്ല, ഈ ജാസ്മിൻ ഫ്ലവർ മാത്രമാണ്. അപ്പോൾ അത് അവരുടെ അഡ്രസ്സ് തരാം, അതിലേക്ക് അയച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെ ഷമ്മു പറഞ്ഞു ഞങ്ങൾ ഡയറക്റ്റ് കാണുന്നുണ്ട്, അപ്പോൾ പിന്നെ കൊറിയർ ചാർജിൻ്റെ ആവശ്യമില്ലല്ലോ, ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സെറ്റാക്കിയത്. ശരിക്കും ഞങ്ങൾ കാണുന്നുണ്ട്, ഞാൻ ഷമ്മുൻ്റെ കയ്യിൽ നേരിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൃശ്ശൂർ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഗിഫ്റ്റിൻ്റെ കൂടെ അവർക്ക് ആ ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വർക്കാണ്. കാരണം ഷമ്മുവിൻ്റെ ഓർഡറല്ലേ, അപ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ടുള്ള മോഡൽ മതി, ചെറിയ കുട്ടിയാണ്, അപ്പോൾ സിമ്പിളായിട്ടുള്ള മോഡൽ എന്തെങ്കിലും ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പരമാവധി നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഭംഗിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഞാൻ ജസ്റ്റ് പാക്ക് ചെയ്യുന്നത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പിന്നെ പാക്കിംഗ് കവറൊക്കെ വാങ്ങിച്ചിട്ടാണ് അതിങ്ങനെ ജസ്റ്റ് ഗിഫ്റ്റ് കവറൊക്കെ വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തത്. നമ്മൾ കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു കവറിൽ, അത് ഞാൻ ഇത് ഗിഫ്റ്റ് ആയതുകൊണ്ട് ഇതങ്ങനെ പാക്ക് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ രണ്ടായിട്ട് തന്നെ പാക്ക് ചെയ്ത് പിന്നെ ഒറ്റ കവറിലാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിന് മുമ്പേ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ ലാസ്റ്റിൽ ഞാൻ വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ കൊണ്ടു കൊടുക്കേണ്ടി വന്നു. ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തന്നെ 8:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ രാവിലെ പോയതല്ലേ, അപ്പോൾ വീട്ടിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കര ക്ഷീണമായി. പിന്നെ കിടന്ന് രാവിലെ നേരത്തെ പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്യണതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതെല്ലാം അവരുടെ കയ്യിൽ കിട്ടി, അവർക്കെല്ലാം ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. പക്ഷേ ടെൻഷനും കൂടും, കാരണം ഏറ്റവും നന്നായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് ടെൻഷനും ഉണ്ടായിരുന്നു, കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് പുറമേക്ക് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് അത്രയും ടെൻഷനില്ല. അത് ഞാൻ നല്ല കോൺഫിഡൻറ്റോടുകൂടി ചെയ്യും. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. നന്നാവില്ല, അപ്പോൾ അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്നൊക്കെയുള്ള അങ്ങനെ വല്ലാത്ത ടെൻഷനാണ് എനിക്ക്. അപ്പോൾ അതേ ഞാൻ ബ്രേസ്ലെറ്റ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ അളവൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, മോളുടെ അളവ് എത്ര വയസ്സുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അളവിനാണ് ബ്രേസ്ലെറ്റ് ചെയ്തത്. അപ്പോൾ ബ്രേസ്ലെറ്റ് മാത്രമാണ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നത്, കാരണം നമ്മൾ വയസ്സ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് കുട്ടിക്ക് പാകാവില്ലേ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ഫ്രണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാസ്മിൻ ഫ്ലവർ ഒരുപാട് ഇഷ്ടമായി, ഈ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞി കമ്മൽ നമ്മളതിനോട് സെറ്റാക്കി കൊടുക്കുന്നതാണ്. ഒരു കുഞ്ഞി ഗിഫ്റ്റ് പോലെ ഒരു കമ്മൽ, അത്ര വലിയ ഇതല്ല, ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ഹെവി ആയിട്ട് ചെയ്തില്ല. പിന്നെ ആ ഒരു ഹെയർ ബാൻഡിനും മാലയ്ക്കും ഒക്കെ സെറ്റായിട്ട് വരുന്ന ഒരു കമ്മലായിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ജാസ്മിൻ ഫ്ലവർ നമ്മൾ വീഡിയോ ഇട്ടങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു അവർ, അതുപോലെ സ്റ്റാറ്റസ് വെച്ചതും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ് ജാസ്മിൻ്റെ ഫ്ലവർ. അതും അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ബിസി മാത്രമല്ല, വല്ലാതെ ക്ഷീണമായ ഒരു ദിവസമാണ്. കാരണം രാവിലെ പോയിട്ട് നമ്മൾ വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ നമുക്ക് എന്തായാലും അറിയാലോ ക്ഷീണം. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ യാത്രയായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്ഷീണമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ റിവ്യൂ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട്. അവർക്ക് ഈ ഒരു ഹെയർ ബാൻഡൊക്കെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതുപോലെ ബ്രേസ്ലെറ്റ് പാകമായി, അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മളിത് കാണാണ്ട് ചെയ്യുന്ന ഒരു വർക്കാണല്ലോ. അപ്പോൾ അതും അളവും നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ലാസ്റ്റിൽ നമുക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. പിന്നെ ഞാൻ എന്താ ജസ്റ്റ് പാക്ക് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഫ്ലവർ. ഇത് നമ്മുടെ കട്ടിങ് ക്ലോത്ത് വെച്ചിട്ട് ചെയ്തതാണ്. ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവറാണ്. ഈ ഒരു ഫ്ലവർ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ശരിക്കും ആ റിയൽ ലുക്ക് തരുന്ന ഒരു ഫ്ലവറായിട്ട് അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതും നമുക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു കവറിലാക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നത്. ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് കാത്തിരിക്കുന്നവർക്ക് ഒരു എന്താ പറയുക,
വിഷമം തോന്നുന്നുണ്ടാവും ക്ലാസ് അല്ലാതെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളൊന്ന് ക്ഷമിക്കുക. അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ അടുത്ത ഒരു ദിവസം ഞാൻ അങ്ങനെയായിട്ട് വരാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ക്ലാസ്സൊക്കെ ആയിട്ട് തന്നെ തിരിച്ച് വരാം കേട്ടോ. തിരക്കായതുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്ന പോലെ തന്നെ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഫ്രീ ക്ലാസ്സാണ്. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കിറ്റ് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് കിറ്റിൻ്റെ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ ചെറിയ രീതിയിലൊരു കിറ്റ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് ഞാൻ ഇൻസ്റ്റയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം എവിടെ നിന്നാണ് കിറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളത് കേട്ടോ. ഇൻസ്റ്റയിൽ നിന്ന് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ പതിയെ നമ്മൾ സെയിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഫൈനലായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ വീഡിയോസൊക്കെ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ കാണുന്നവർ സ്കിപ്പ് ചെയ്ത് പോയവരാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇങ്ങനെയാണോ ഒരു ഓർഡർ പാക്ക് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഓർഡർ പാക്ക് ചെയ്തതല്ല, ജസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പോയതാണ്. പിന്നെ ലാസ്റ്റ് വന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.